ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നീ ഒരു പേടിയും പേടിക്കണ്ട. അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എണ്ണംപള്ളിയടുത്തും മക്കടുത്തും പറഞ്ഞേക്കണം ഓതിക്കൊള്ളാൻ. സൂറത്തുൽ കഹ്ഫ് ഓതി കഴിഞ്ഞാൽ പിന്നെ ഈ ആഴ്ചത്തെ കാര്യം രക്ഷപ്പെട്ടു. നോ പ്രോബ്ലം. ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നമുക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂറത്തുൽ കഹ്ഫിനകത്ത് എത്രയോ ചരിത്രങ്ങൾ. എന്റെ ചരിത്ര പുസ്തകമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തിനാ ചരിത്ര പുസ്തകമല്ലല്ലോ. എടാ, നമ്മൾ ഇപ്പോഴല്ലേ വെള്ളപ്പൊക്കം കണ്ടത്? വൈപ്പാട് പള്ളിയിൽ നിന്നൊക്കെ അരിയായിട്ട് വയനാടൊക്കെ പോയില്ലേ? ഇവിടെ അല്ലേ ഈ സദ്യ വെച്ച് കൊടുത്തില്ലായിരുന്നു നിങ്ങൾ? ഒരു മൊബൈലൊക്കെ ഉണ്ടായിരുന്നില്ലടാ, അവിടെ സദ്യയൊക്കെ വെച്ച് നിങ്ങളെല്ലാം കൂടെ ഇവിടെ വലിയ ചോറൊക്കെ വെച്ച് പൊതിയായിരുന്നു. എന്തോ കൊടുക്കണേ ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴെ വെള്ളപ്പൊക്കം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. തൂഫാൻ എന്ന് പറയുന്ന ഒരു ജലപ്രളയത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. നൂഹ് നബിയുടെ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത്. നൂഹ് നബി മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കുന്നത് കണ്ടപ്പോ എല്ലാരും പോയി ചോദിച്ചു, നൂഹേ, ഇതെങ്ങനെയാ മലയുടെ മുകളിൽ ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെ മല ജിന്നുകളും എല്ലാം ചുമന്നുകൊണ്ട് പോകുന്ന കടലിലേക്ക്? കളിയാക്കി നൂഹ് നബി അലൈഹിസ്സലാമിനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഈ കഥ എന്തിനാ, ഈ ചരിത്രം എന്തിനാ അല്ലാഹ് പറഞ്ഞേ? നാളെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംഭവങ്ങൾ. അല്ലാഹു പടച്ചവനെ വെള്ളപ്പൊക്കത്തിൽ, കൊടുങ്കാറ്റിൽ തലകീഴായി മറിച്ച ചരിത്രങ്ങൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ നേരെയായില്ല, ഇപ്പൊ കാണിച്ചു തന്നു ഓരോന്നായിട്ട്. അല്ലാഹ് ഓരോന്നായിട്ട് കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ സഹോദര? പെണ്ണിനെ പീഡിപ്പിക്കാനും പിടിച്ചു പറിക്കാനും കൈയിട്ട് വാരാനും എന്തെല്ലാം. അല്ലാഹു അഅലം. അഹങ്കാരത്തിന് എന്തിന്? റബ്ബിനോടാ ഇപ്പൊ എല്ലാം കളി. ശരീഅത്തിന്റെ നിയമങ്ങളോട്, ഖുർആനോടാ. അല്ലാഹു അഅലം. ഇന്നൊരു ഖുർആൻ ഓതിയപ്പോ ഒരു ആയത്ത് ഓതി, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ ഒരു ആയത്ത് കണ്ടു. റബ്ബേ, എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചു നോക്കി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിനോടാ കളിക്കണ എല്ലാവരും, ഈശ്വരന്മാരോട്. എല്ലാവരെയും മനുഷ്യനെയൊക്കെ കളിച്ചു മടുത്തപ്പോ ഇപ്പൊ നേരിട്ട് മുകളിലോട്ട ട്രാൻസ്ഫോമറിൽ പോയി കൈവെക്കണ അവസ്ഥയായിരിക്കില്ല എന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. അൽഹംദുലില്ലാഹ്, നമുക്കൊരു നല്ല കാലം വരും. നിരാശപ്പെടരുതൊരിക്കലും. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഹദീസ്, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാ, ലോകത്തുള്ള കൊട്ടാരങ്ങളും കുടിലുകളും സർവ്വ വീടിന്റെ അകത്തും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വരുന്ന ഒരു കാലമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാലമുണ്ട് ചങ്ങായിമാരെ, നമുക്കൊരു നല്ല കാലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് പ്രാവശ്യം അല്ലാഹു പറയുന്നു, നീ ചിന്തിക്ക്. ഞാനും പറയുന്നു, നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമ്മൾ നോക്കണ്ടേ. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാനല്ല, ആ പടച്ചവനിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ കരുണ നേടിയെടുക്കാൻ കഴിയുന്ന വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനൊരു പാപം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ 10 ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, ആ പാപം ചെയ്യുന്നതിലൂടെ, കള്ള് കുടിക്കുന്നതിലൂടെ, വ്യഭിചരിക്കുന്നതിലൂടെ, പലിശ തിന്നുന്നതിലൂടെ, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ നടക്കുന്നതിലൂടെ, എന്റെ പ്രിയമുള്ളവരെ, 10 ദുരന്തങ്ങളാണ് അവനവന്റെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്നത്. ആ 10 ദുരന്തങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു? സ്വഹാബ, ഒരാള് തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ദുരന്തം എന്തെന്നറിയുമോ? അത് സുനാമിയെക്കാളും പവറുള്ളതാണ്. അത് ഉൾപൊട്ടലിനേക്കാള്, വെള്ളപ്പൊക്കത്തിനേക്കാള്, കൊറോണയെക്കാളും ഭീകരമാണ് സഹോദര. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിന്റെ കോപം അവനിൽ ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബിന്റെ കോപമാണ് വലിച്ചു വെക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്ക്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളായി ജോലി ചെയ്യുന്നവര് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോ നമുക്ക് വേദനിക്കുമല്ലോ. എടാ, ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ ഭാര്യ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരെ തല്ലുമല്ലോ, ഭാര്യ വീട്ടിൽ കൊണ്ടുവിടുമല്ലോ, ജോലിക്ക്
ഒതുക്കി നിൽക്കുന്നവനെ പിരിച്ചുവിടുമല്ലോ. എന്തിന്റെ പേരില്? നീ പറയുന്നതനുസരിക്കാത്തതിന്റെ പേരില്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കേവലം ശമ്പളത്തിന് നിൽക്കുന്നവന് നീ പറയുന്നത് കേൾക്കാതെ വരുമ്പോ അവനെ പിരിച്ചുവിടുകയും അവനെ തല്ലുകയും അവനെ ചീത്ത പറയുകയും അവന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ ഞാനും നിങ്ങളും പറയുമ്പോ, അല്ലാഹുവേ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കൈ തന്ന്, കണ്ണ് തന്ന്, കാല് തന്ന്, ആരോഗ്യം തന്നു, പണം തന്നു, വാഹനം തന്നു, വീട് തന്നു, മക്കളെ തന്നു, ഭാര്യയെ തന്നു, അധികാരം തന്നു. ഇതെല്ലാം നിനക്ക് നൽകിയിട്ട് നിന്റെ കാലിന്റെ അടിയിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാത്ത പടച്ചറബ്, ആ പടച്ചറബിനോട് നന്ദികേട് കാണിച്ചാൽ, ആ പടച്ചറബിനോട് നന്ദികേട് കാണിച്ചാ എങ്ങനെ അല്ലാഹുവിനെ സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവേ, 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കാതെ ഇരുന്ന പടച്ചവനെ സഹിക്കുവോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, കള്ള് കുടിക്കരുത്, ഹറാമാണെന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞത് കുടിച്ചാ അല്ലാഹിക്ക് കോപം വരൂലേ? എടാ, വ്യഭിചരിക്കരുത്, വ്യഭിചാരം വൻപാപമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നീ വ്യഭിചരിച്ചാ റബ്ബിന് കോപം വരൂലേ? എന്റെ സഹോദരാ, പലിശ കച്ചവടം പാടില്ലെന്ന് നിന്റെ ദീൻ പഠിപ്പിച്ചിട്ടില്ലേ? അത് വൻപാപങ്ങളിൽ എണ്ണിയതല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പലിശ പൈസ കൊടുത്ത് 1 കിലോ അരി വാങ്ങിയിട്ട് ആ അരി വീട്ടിൽ കൊണ്ടുപോയി ചോറ് വെച്ചിട്ട് നിന്റെ പൊന്നാര മക്കൾക്ക് ആ ചോറിൽ നിന്ന് ഒരേ ഒരു കഷ്ടമ ചോറെടുത്തു കൊടുത്താ അത് നിനക്ക് ജന്മം നൽകിയ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ 36 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് പരിശുദ്ധമായ ദീൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ആ വൃത്തികെട്ട വ്യഭിചാരത്തിലും പലിശയിലും നീ പോയി പെട്ടുപോയാൽ നിനക്ക് സർവ്വനെന്ന പടച്ച റബ്ബിനെ മറന്നിട്ട് പെട്ടെന്ന് പണക്കാരനാകാൻ നീ ഹറാമിന്റെ വഴികൾ തേടുമ്പോ അല്ലാഹുവിന് നിന്നോട് കോപമുണ്ടാകുന്നതിൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ഒന്നാമത്തെ ദുരന്തം, ഒരു മനുഷ്യനെ തെറ്റ് ചെയ്താൽ അവനുണ്ടാകുന്ന ഒന്നാമത്തെ നഷ്ടം അല്ലാഹുവിന്റെ കോപം അവനിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ലോകത്തവനെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ, അവനൊന്ന് കരഞ്ഞാ കണ്ണുനീര് തുടച്ചു തരാൻ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, തെറ്റ് ചെയ്താൽ അനുഭവിക്കുന്ന ഒന്നാമത്തെ ദുരന്തം അല്ലാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാവുകയാണ്. പിന്നെ അവന് ഗതികെട്ട പ്രേതത്തിനെ പോലെ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല, അവന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുകയാ, അതാ തെറ്റ് ചെയ്യുമ്പോ അവൻ അല്ലാഹുവിന്റെ ശത്രുക്കളുണ്ടല്ലോ, ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവനെയും അവന്റെ അനുയായികളെയും സന്തോഷിപ്പിക്കുകയാ. ഇബ്ലീസ് വല്ലാതെ ചിരിക്കുകയാണ്. പടച്ചവനെ, നന്മകൾ ചെയ്യാതെ കള്ളു കുടിച്ച്, പെണ്ണ് പിടിച്ച്, വ്യഭിചരിച്ചു, പലിശ തിന്ന് വൃത്തികെട്ടവനെ പോലെ, അഹങ്കാരിയെ പോലെ ഒരു മനുഷ്യൻ നടക്കുമ്പോ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നത് കാണുമ്പോ ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമാ. അവൻ ആനന്ദത്തോടുകൂടി അവന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നത് രണ്ടാമത്തെ ദുരന്തമാ. 3 പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, നമ്മുടെ തറവാടായ സ്വർഗമുണ്ടല്ലോ. നിസ്കരിച്ചിട്ട്, ഖുർആൻ ഓതിയിട്ട്, നോമ്പ് പിടിച്ചിട്ട്, സദഖ കൊടുത്തിട്ട് എന്തിനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ചോദിക്കുന്നത് സ്വർഗമല്ലേ? ആ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമായി പോവുകയാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നമ്മുടെ പിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, അവരെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് നടന്ന നമ്മുടെ തറവാടെന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാദാതീങ്ങൾ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ.
പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. കള്ള് കുടിക്കുന്നതിലൂടെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, ആര് സ്വർഗ്ഗത്തിൽ കിടന്നാലും കടക്കാത്ത 3 വിഭാഗം, അതിലൊരു വിഭാഗമാണ് തന്റെ തൊണ്ടയ്ക്ക് താഴെ കള്ളറക്കുന്നവൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ തൗബ ചെയ്ത് മടങ്ങാത്ത കാലത്തോളം അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കൂല. റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, പലിശ തിന്നുന്നവനെ സ്വർഗ്ഗത്തിൽ കിടക്കില്ല, വ്യഭിചരിക്കുന്നവനെ സ്വർഗ്ഗത്തിൽ കിടക്കില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ നടക്കുന്നതിലൂടെ നിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമല്ല മോനെ, നിനക്കും അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂട്ടുകാര് മുഴുവനും കണ്ടുപിടിക്കുന്നു, അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഇത് കാണുമ്പോ നിനക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണ് വ്യഭിചരിക്കാൻ നിന്നെ വിളിക്കുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. നിന്റെ പുറകെ വന്നാൽ എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. എനിക്ക് റബ്ബിന്റെ സ്വർഗ്ഗമാണ് വേണ്ടത്. ആ സ്വർഗ്ഗത്തിലല്ലേ സർവ്വതമുള്ളത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാകതളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതപ്പഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ നല്ല ജീൻസിന്റെ പാന്റ് വിട്ടിട്ട് ഇപ്പൊ പിന്നെ കീറി പറഞ്ഞ പാൻറ്റാ, നല്ലൊന്നുമില്ല. മുസമ്മിൽ ഉസ്താദിനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലപ്പ, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരു ജീൻസ് പാന്റ് ഒരു ടീഷർട്ടും ഒരു പൾസറും എടുത്തിട്ടൊക്കെ പോങ്ങനെ നടക്കാം, മുടിയൊക്കെ വളർത്തിയിട്ട് നടക്കാം ആഗ്രഹമുണ്ട്. എന്തിനാ മാറ്റി വെക്കണേ? എന്തിനാ മാറ്റി വെക്കണേ? ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല നൂജൻ ഉസ്താദായിട്ടൊക്കെ നടക്കാൻ നമുക്ക് ആഗ്രഹമില്ല. ഇപ്പൊ താടിയൊക്കെ നല്ല അങ്ങോട്ട് ക്ലീനാണ്. നിങ്ങളൊക്കെ ക്ലീൻ ഷേവിംഗ് അല്ലേ? നാളെ പരലോകത്ത് വരുന്ന രംഗം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രായം കുറെ ആയപ്പാ, കളിയാക്കുവാന്ന് വിചാരിച്ചേക്കല്ലപ്പാ. എല്ലാരും താടിയൊക്കെ പിടിച്ചിട്ട് നടക്കാം, നാളെ കാണാം അവിടെ വെച്ച്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ കോടതി നമ്മൾ നോക്കട്ടെ. എടാ കള്ളു കുടിക്കാൻ കിട്ടുമ്പോ പറഞ്ഞ എടാ പൊന്നാര ചങ്ങാതി ഇത് അടിച്ച റോഡിന്റെ പക്കത്ത് ഓടയ്ക്കകത്ത് കിടക്കണം. കള്ളു കുടിക്കണം അത്ര സുഖമില്ലെന്നാ തോന്നുന്നത്. ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, നിങ്ങൾ ആരും കുടിച്ചിട്ടുണ്ടോ? എന്തായാലും അറിയത്തില്ല. എന്തായാലും അത് പറയുന്നത് കള്ളു കുടിക്കുന്ന സമയത്ത് എന്താ ഇപ്പൊ ഇങ്ങനെ കാക്കണേ, തൊണ്ടയിൽ നങ്ങിട്ടില്ല, എന്തോ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ, വെള്ളം ഒഴിക്കാതെ കുടിച്ചാൽ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. അപ്പൊ നല്ലതല്ലെന്ന് അർത്ഥം. എന്നാ എടാ ദുനിയാവിലെ കള്ളു കുടിക്കാതിരുന്ന ഇവിടുന്ന് പേവെള്ളം പേടിക്കാൻ പോയി കാത്തു നിന്നിട്ട് പേടിക്കണം. എന്നാ സ്വർഗത്തിലോ അങ്ങോട്ട് ഇരുന്നിട്ട് കോരി കുടിച്ചാൽ മതി. ഇങ്ങനെ ആറ് ഒഴുകും, കള്ളിന്റെ ആറ്. അള്ള പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ എടുത്ത് നോക്ക്. അള്ള പറയാ അവിടെ കള്ളിന്റെ ആറ് ഇങ്ങനെ ഒഴുകും, പോയി കോരി കുടിച്ചോ. നിന്നോട് കുടിക്കണ്ടെന്ന് ആരും പറയൂല. കള്ളിന്റെ ആറ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇവിടുത്തെ പെണ്ണുങ്ങൾ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ചിലപ്പോൾ ലൈവ് ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേസെടുത്ത് കളയും. ഇന്നത്തെ പെണ്ണുങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ പെണ്ണ് 2 ദിവസം കുളിക്കാതിരുന്ന പിന്നെ അടുത്ത് ആരെങ്കിലും പോവോ? പറഞ്ഞങ്ങാതിമാരെ പോവോ? എന്താ നിങ്ങൾക്ക് പേടിയണ്ട? എടാ, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ റാണി ഒരു 2 ദിവസം കുളിക്കാതിരുന്ന എന്തിന്? നമ്മുടെ പെണ്ണുമ്പോൾ അടുക്കളയിൽ കിടന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് എത്ര സുന്ദരിയാണെങ്കിലും കുളിക്കാതെ അടുത്ത് വന്ന മാറി നിൽക്കൂലേ? എന്നാ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ എന്തൊരു സുഗന്ധമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ഇവിടെമാരൊക്കെ എന്ത് അള്ളാഹു അവിടെ ജിബ്രീൽ സ്വലാം തങ്ങൾ പറയുന്നുണ്ട്, ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ടെന്ന്. എന്ത് കണ്ടിട്ട്? സ്വർഗത്തിലൂടെ ഒരു ഹൂറിലീങ്ങളായ പെണ്ണിങ്ങനെ നടന്നു പോയപ്പോ കാലിന്റെ മടമ്പങ്കാല് കണ്ടിട്ട് ആ ചങ്ങാതി പോലും പേടിച്ചെന്ന് അത്ഭുതപ്പെട്ടു പോയെന്ന്. അപ്പൊ സൗന്ദര്യം ആലോചിക്കും. അപ്പൊ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അവർക്ക് വിയർപ്പില്ല, അവർക്ക് വിയർപ്പില്ല. ബാത്റൂമിൽ പോകണ്ട. സ്വർഗത്തിൽ അങ്ങനെ പ്രത്യേകതയുണ്ട്. ഇവിടെ ഏമ്പക്കം വിടുന്ന കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. വല്ലാത്ത സുഗന്ധവാ ഇവിടെ. ഈ മൂക്കളൊക്കെ ഒന്നുമില്ല ഇവിടെ. അള്ളാന്റെ സ്വർഗത്തിൽ അതൊന്നുമില്ല. രോഗമുണ്ടോ? പ്രായമുണ്ടോ?
ഇല്ല. എന്താ സ്വർഗം? അൽഹംദുലില്ലാഹ്. അതിലൂടെ ഇങ്ങനെ ഒരു പഴം തിന്നണം, എന്താ ഒരു ആപ്പിള് വേണം, കണ്ണുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുക, പടച്ചവന് ഒരു മട്ടം ചുട്ടത് വേണം, എന്താ പ്രതീക്ഷിക്കുക, എന്ത് വേണമെന്ന് ചിന്തിച്ചാൽ മതി, മുന്നിൽ വന്ന് നിൽക്കും. കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും, എന്ത് കഴിക്കണം തോന്നിയാ. ഈ സ്വർഗ ഓസിന് കിട്ടൂല. ഇവിടുത്തെ ആമിനാത്ത വിളിക്കുമ്പോ പറയണ നീ നിന്റെ പണി നോക്കിയാളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റിൽ നിന്ന് അകലാൻ കഴിയണം. തെറ്റിലേക്ക് അടുക്കും തോറും സ്വർഗം അങ്ങ് പൊക്കോണ്ടിരിക്കും. അള്ളാഹുവിന്റെ സ്വർഗം വിദൂരമാകും. അതിനേക്കാളും വലിയ ദുരന്തം നിനക്കെന്ത്? തറവാട്ടി സ്ഥാനമില്ലാത്ത പിന്നെ നിനക്ക് എവിടെയാണ് പൗരത്വം ഉണ്ടാവുക? തറവാട്ടിൽ കുടുംബ വീട്ടിൽ പേരില്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരില്ലല്ലോ. കുടുംബ വീട്ടിലെ റേഷൻ കാർഡിൽ നിന്റെ പേരില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടാൻ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, ഒരു മനുഷ്യനെ പാപം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന മൂന്നാമത്തെ ദുരന്തം അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. അള്ളാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അവൻ അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ നിന്ന് വിദൂരമാകും, നരകത്തിലേക്ക് അടുത്തേക്കിരിക്കും. നരകം എന്ന് പറഞ്ഞാൽ എന്താ? നരകം എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പം മനസ്സിലാവുന്ന ഒരു ഹദീസ് പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 സ്വലാത്ത് പറഞ്ഞപ്പോ സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നരകം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു ഭയാനകമായ ശബ്ദം. ഒരു ഭയാനകമായ ശബ്ദം കേട്ടു. സ്വഹാബത്തൊക്കെ പേടിച്ച് വിറച്ചുപോയി. വല്ലാത്ത ശബ്ദം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ, ഈ ശബ്ദം കേട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല നബിയെ. അല്ലാഹു റസൂലുഹു അലം. നബി, അല്ലാഹുവിന്റെ റസൂലിനെ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വന്നു വീണ ശബ്ദമാണ്. ഒരു കല്ല് വന്നു വീണ ശബ്ദമായി. ഏത് കല്ല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്ക് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടു. എപ്പോ? 70,000 കൊല്ലം മുമ്പ്. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് അങ്ങോട്ട് താഴോട്ടിട്ട്. ഇപ്പൊ കിണറ്റിയിടുന്ന പോലെ, കിണറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്കിടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടു. ആ കല്ല് 70,000 കൊല്ലമെടുത്തു താഴെ വന്ന് വീഴാൻ. ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആഴത്ര ഉണ്ടാകും. എടാ, ഒരു കല്ല് താഴെ കിട്ടപ്പോ ആ കല്ല് താഴെ വന്ന് വീഴാൻ 70,000 വർഷമെടുത്തെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും, ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാൻ ഇപ്പൊ നരകം എന്തോ എത്ര വലുതാണല്ലേ? ഈ ലോകത്തുള്ളവരെ മുഴുവനും പിടിച്ച് നരകത്തിൽ. എടാ, നിന്റെ ഉമ്മയുടെ ഗർഭാശയം എത്രയുണ്ട്? ഉമ്മയുടെ വയർ എത്രയുണ്ട്? അതിനകത്തല്ലേ നമ്മളൊക്കെ കടന്നത്? അതെങ്ങനെ വന്നു? നമ്മൾ അതിനകത്ത് കിടക്കാൻ പറ്റും? ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്ത് എന്തിന്? എത്ര കോടിക്കണക്കിന് പേര് ഹജ്ജിന് പോയാലും അറഫയുടെ മൈതാനയിൽ അള്ളാഹ് ആ ചെറിയ സ്ഥലം കണ്ടിട്ടുണ്ടോ? അള്ളാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവിടെ പോയി നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ പോയി നിൽക്കണം. കാരണം എന്തെന്നറിയോ? ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ തൗബ കൊണ്ട് പൊറുക്കും. 3 രീതിയിലാണ് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നത്. ഒന്നാമത്തെ പാപം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം പൊറുക്കും. നമുക്കിത് പഠിക്കാം. ചില സൽക്കർമ്മങ്ങൾ പൊറുക്കുന്നത്, ചില പാപങ്ങൾ പൊറുക്കുന്നത്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപം പൊറുക്കും. 2, തൗബ ചെയ്താൽ ചില പാപം പൊറുക്കും. 3, ചില പാപം പൊറുക്കണമെങ്കിൽ അത് അറഫയിലെ പൊറുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം. അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. കോടിക്കണക്കിന് ജനം പോയാലും ആ അറഫയിൽ ആളുകൊള്ളും. കാരണം ഉമ്മയുടെ ഗർഭാശയം വിശാലമാകുന്നത് പോലെ അറഫ അങ്ങ് വിശാലമാകുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ വിശാലതയെ കുറിച്ചാ പഠിപ്പിച്ചേ. അപ്പൊ ആ നരകത്തിലേക്ക് നമ്മൾ അടുക്കും, സ്വർഗത്തിൽ നിന്ന് അകലും. 4, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്,
തെറ്റ് ചെയ്യുന്നതിലൂടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. വീടി വലിക്കുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വലിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. അല്ലെ, ഏത് സാധനം കഴിക്കുമ്പോഴും എഴുതി വെച്ചിട്ടില്ലേ? ശംഭു ആവട്ടെ, തുളസി ആവട്ടെ, എന്തോ ആകട്ടെ, എന്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ലതല്ല. എന്നാ അടിക്കുന്നതിൽ വല്ല കുറവുണ്ടോ? എല്ലാരും അടിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നിന്റെ ശരീരത്തിനെ നജസാക്കുകയാ, നിന്റെ ശരീരത്തിനെ നജസാക്കുകയാ. ഇത് ദുരന്തമല്ലേ സഹോദര? ഇതല്ലേ ഏറ്റവും വലിയ ദുരന്തം? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അടുത്ത ദുരന്തം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ വെറുപ്പിക്കുകയാ. പാപം ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബിന്റെ മലക്കുകളുടെ ശാപം നമ്മൾ പിടിച്ചു വെക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവേ നമ്മളെ സൂക്ഷിക്കാൻ അല്ലാഹു വിട്ടിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. ഞാൻ കള്ളു കുടിച്ചാൽ ആ മലക്കുകൾ അത് കാണുന്നില്ലേ? ഞാൻ വ്യഭിചരിച്ചാൽ അത് കാണുന്നില്ലേ? ഞാൻ പലിശ തിന്നാൽ അത് കാണുന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ അതിന് സാക്ഷിയല്ലേ? ഞാൻ കള്ളു കുടിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ സാക്ഷിയല്ലേ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു മനുഷ്യന്റെ മരണമെടുത്താൽ ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ? ആദ്യമായിട്ട് കരയുന്നത് അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ട ഇടതുഭാഗത്തിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. ഒരു നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മരണമങ്ങ് അടുക്കുമ്പോ, റൂഹ് പിടിക്കാൻ സമയമാകുമ്പോ, ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ വലതുഭാഗത്തിരുന്ന മലക്കിറങ്ങി നിന്ന് കരയുകയാണ്. ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ, അല്ലാഹുവേ നല്ലവനായ സിറാജ് പോയല്ലോ, അല്ലാ ഞങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടല്ലോ. അവൻ നിസ്കാരത്തിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ്, ഇൽമിന്റെ മജ്ലിസുകളിൽ സാക്ഷിയാക്കിയവനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ്. അവൻ മരണപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കരയുകയാണ്. അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, സിറാജിനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നോ മലക്കുകളെ? അവര് പറയുന്നു, റബ്ബേ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തമ്പുരാന്. എങ്കിലും നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. ആർക്ക് വേണ്ടി? കൂട്ടുകാരന് വേണ്ടി, നിങ്ങൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന് വേണ്ടി. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. മലക്കുകൾ ഇബാദത്ത് ചെയ്യുകയാണ്. ഖബറിൽ കടന്നാലും എന്റെ ചുമലിരുന്ന മലക്കുകൾ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്നവൻ മരിച്ചാ ചുമലിലിരിക്കുന്ന മലക്കുകൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഇവൻ ചത്തുപോയല്ല റബ്ബേ, ഇവൻ ചത്തുപോയല്ല റബ്ബേ. നിന്നെ സ്തുതിക്കുന്ന പടച്ചവരെ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. ഇവൻ കള്ള് ഷാപ്പിൽ ഞങ്ങളെ കൊണ്ടുപോയി പടച്ചവരെ, വ്യഭിചാരശാലയിൽ കൊണ്ടുപോയി പടച്ചവരെ, വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പടച്ചവരെ, ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണല്ലാ. ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമുക്ക് എതിരായി ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടെന്ന് പഠിപ്പിക്കുമ്പോ അതിനേക്കാളും വലിയ ദുരന്തമെന്താണ്? അതിനേക്കാളും വലിയ ദുരന്തമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാത്രിയും പകലും അല്ലാഹുവേ നിനക്ക് എതിരാവുകയാണ്. പകല് പാപം ചെയ്താ പകല് നിനക്കെതിരാവുകയാണ്, രാത്രി പാപം ചെയ്താ രാത്രി നിനക്ക് എതിരാവുകയാണ്. അങ്ങനെ രാവും പകലും നിന്നെ കൈയൊഴിയുകയാണ്. പത്താമത്തെ ദുരന്തം എന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാ, പത്താമത്തെ ദുരന്തം എന്താ? ഈ പത്തനാപുരത്തുകാരനായ ഞാൻ ഇവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മദീനത്തു പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുനബി അറിയുമല്ലോ, ആ മുത്തുനബി അറിയുമല്ലോ, ആ മുത്തുനബി പോലും എന്നെ കൈവിടുമല്ലോ. ആ
പ്രവാചകൻ എന്നെ കൈയൊഴിയുമല്ലോ, ആ പ്രവാചകൻ എന്നോട് ദേഷ്യപ്പെട്ട പടച്ചവനെ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് എന്റെ കയ്യിൽ പിടിക്കാൻ ആരാവുള്ളത്? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആരാവുള്ളത്? മുത്തുനബിയുടെ ചാരത്തേക്ക്, ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് ഓടിച്ചെല്ലുമ്പോ റസൂലുള്ള എങ്ങാണ് മാറ്റി ഓടിച്ചാ പടച്ചവരെ നമ്മളെക്കാളും വലിയ നഷ്ടവാളിയാരാ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ ദുരന്തം ഇതാണ്, ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. പത്താമത്തെ ദുരന്തമെന്ത് സഹോദരാ? ഏറ്റവും വലിയ ദുരന്തമെന്ത്? പത്താമത്തെ ദുരന്തമെന്താണ്? അതാ മലക്കുൽ മൗത്ത് അസുറായീൽ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുന്നിൽ ഉറപ്പായിട്ടും വരും. ഇരിക്കുന്ന അൻസാരിയാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ, ഇരിക്കുന്ന നിങ്ങളാകട്ടെ, ഓരോ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ ഫകസഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ഇമാം ആകട്ടെ, മുഅദ്ദിനാകട്ടെ, ഏതൊരു മനുഷ്യന്റെ മുന്നിലാണെങ്കിലും അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ. എന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ, മലക്കുകൾ ഇങ്ങനെ 70,000 ഇറങ്ങി വരുന്നത്. ഒന്നും രണ്ടും മലക്കുകളല്ല, 70 മുതൽ 70,000 വരെ. സിറാജിന്റെ റൂഹ് പിടിക്കാൻ ഒരു കാറ്റടിച്ചാൽ ആ താഴെ വീഴും. ആരോഗ്യമുള്ളവരെ കൈയുയർത്തിയൊന്നടിച്ചാ താഴെ വീഴുന്ന എന്റെ റൂഹ് പിടിക്കാൻ 70,000 മലക്കുകള്. പടച്ചവനെ, അതാ കാല് പിടിക്കുന്നത് ഒരു വിഭാഗം, 2 കാലും പിടിക്കുന്നു, കൈകൾ പിടിക്കുന്നു. മരിക്കുന്നവൻ അനങ്ങാത്തതിന്റെ കാരണം അതാ മോനെ, ഒരു കോഴിക്കുഞ്ഞിനെ അറുത്തിട്ടാ കടന്നു പിടയുമല്ലോ, കൈകാലുകൾ അടിക്കുമല്ലോ. കണ്ടാസ്വദിക്കുന്ന മനുഷ്യ, അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പോകുമ്പോ പടച്ചവനെ തലയിട്ടടിച്ചടിച്ച് അതിന്റെ കണ്ണവസാനം ഇങ്ങനെ അടയുന്നത് നോക്കി ചിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ, കണ്ണിലൂടെ ഇങ്ങനെ റൂഹിറങ്ങി പോകുന്ന രംഗമുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട്. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണോ സഹോദരാ? വെള്ളിയാഴ്ച രാവിലൊക്കെ ഓരോ മനുഷ്യൻ മരണപ്പെടുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? ചിലരൊക്കെ വെള്ളിയാഴ്ച മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? മോനെ, നിനക്കൊരു നല്ല മരണം കിട്ടുമോ ചെറുപ്പക്കാരാ? മോനെ, ഏറ്റവും വലിയ ദുരന്തം ഈമാനില്ലാത്ത ദുരന്തമാ. ഈമാനില്ലാത്ത മരണം ഒരു വലിയ ദുരന്തമാ സഹോദരാ. അവനെക്കാളും വലിയ നഷ്ടവാളിയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തവനെക്കാളും വലിയ നഷ്ടവാളിയാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ വിജയാരെന്നറിയോ? പണവും അധികാരവും ഉള്ളവനല്ല. ഏറ്റവും വലിയ വിജയാരെന്നറിയോ? അവസാനം നന്നാക്കുന്നവനാ, ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടിയവനാ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഈ 10 ദുരന്തങ്ങളാണ്. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യുമ്പോ അവന് സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അസദ്ദുൽ ഫർഹ ബി തൗബത്തി അബ്ദി. ഒരടിമ അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോ അല്ലാഹു വല്ലാതെ സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗബ ചെയ്തു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്തു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപമോചനം എന്തിനും ഏത് നല്ല കാര്യം ചെയ്താലും അതിന് പ്രതിഫലം എന്താ? സ്വർഗം പിന്നാവട്ടെ. ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഏത് നല്ല കാര്യം ചെയ്താലും ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനം എന്താ? പാപമോചനം.
അതാ നിങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ആദ്യം പറയേണ്ട എന്താ? ഷഹാദത്ത് കലിമ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഷഹാദത്ത് കലിമ പറയണം. ആ ഷഹാദത്ത് കലിമ പറയുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? സ്വർഗ്ഗം. അത് പോട്ടെ, ഒരാൾ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ആ പറയുന്നതിലൂടെ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ഒരാൾ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അത് പറയുന്നതിന് മുമ്പ് വരെ തന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന അതിനു മുമ്പ് എത്ര വലിയ ദ്രോഹം ചെയ്തവനാകട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ കരളും കൂമ്പും വരെ വലിച്ചു പറിച്ച ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, വഹ്ശിയുണ്ടല്ലോ, അത്രയും വലിയ റസൂലുള്ള ഇതുപോലെ വേദനിച്ച രംഗമില്ല. ആ സ്വഹാബി വരെ ദീനിലേക്ക് കടന്നു വന്നില്ലേ? അതിനു മുമ്പ് ചെയ്തത് മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയണോ? ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ ഒരു സഹാബിയുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അമലുഹു കലീൽ. റസൂലുള്ളാഹി പറയുകയാ, അമലുഹു കലീൽ വഅജ്റുഹു കസീർ. ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ സ്വഹാബി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ വരുന്ന, മുഹമ്മദ് എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിയോട് പറഞ്ഞു, എനിക്ക് മുസ്ലിമാകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു. അവിടുന്ന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് മുസ്ലിമായി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ യുദ്ധത്തിൽ ഷഹീദായ എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ രണാങ്കണത്തിൽ ഷഹീദായ സ്വർഗ്ഗം കിട്ടും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമായ സഹാബി ഉണ്ടല്ലോ, അതാ വാളും എടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് പോകുകയാ. വാളും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് അതാ പാഞ്ഞു കയറുകയാണ്. ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ നിന്നവന് പെട്ടെന്ന് കൂറുമാറിയല്ലോ. തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കള് നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് വെട്ടിഞ്ഞുറുക്കുകയാ. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നു കൊണ്ടുവരികയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നു കൊണ്ടുവരികയാ. ആരെയെന്നറിയോ? ഒരു മിനിറ്റ് മുമ്പ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി, ഒരു മിനിറ്റ് മുമ്പ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി. ആ സഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ അമലുഹു കലീൽ. അമലു കുറച്ചേ ഉള്ളൂ. ഒരുപാട് നിസ്കാരമില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല, ഒരു ദിക്ർ പോലും പറഞ്ഞിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഷഹീദായിട്ട് തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അമല് ചെറുതാ, പക്ഷേ പ്രതിഫലം വലുതാണ് സഹാബാ.
അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നുപോയെന്ന ചരിത്രം പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ തെള്ളി നീക്കാറുള്ളതല്ല, തസ്ബീഹ് എടുത്ത് വെച്ച് ചിരിച്ചും കളിച്ചും പറയാറുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒറ്റ മിനിറ്റ് നിങ്ങൾ ചിന്തിക്ക്, ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗ്ഗത്തിൽ പോയ സഹാബി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.